നാഷണൽ ഡേ ആയിട്ട് എൻ്റെ മകൾക്ക് 2-3 ദിവസത്തെ ഒഴിവുണ്ട്. ഇന്ന് സൺഡേ, നാളെയും മറ്റന്നാളും ഒഴിവുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുമില്ല. അപ്പോൾ ഞങ്ങൾ ഔട്ടിങ്ങിനായിട്ട് റാസൽഖൈമയിലൊരു റിസോർട്ട് പോലെ ഒരു സൗകര്യമുള്ള കോട്ടേജ് പോലെ ഉള്ള അങ്ങോട്ട് വന്നു താമസിക്കാനായിട്ട് 2 ദിവസം താമസിച്ചിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഞാനതിൻ്റെ എല്ലാ ഭാഗവും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപക്ഷെ ഓരോരുത്തർ കണ്ടിട്ടുള്ളതായിരിക്കും. ദുബായ് എന്ന് പറയുന്ന ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുള്ളതായിരിക്കും. പക്ഷേ ഞാനിത് ദുബായിൽ 5-6 വർഷം എൻ്റെ മോളോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. അന്നൊന്നും വന്നിട്ടില്ല ഈ സ്ഥലത്ത്, അവരും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ തപ്പി വന്നപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടതായത് കാരണം അതിമനോഹരമായൊരു സ്ഥലം കേട്ടോ. റാസൽഖൈമ അല്ലേലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരുപാട് പച്ചപ്പൊക്കെയുള്ള നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യണ സ്ഥലത്ത് വന്നു. ഇനി അവരുടേതായ ഒരു വണ്ടി വരും, അതിലേക്ക് ലഗേജ് എടുത്ത് വെച്ചിട്ട് നമുക്കങ്ങ് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഞാൻ കുറേശ്ശെ ആയിട്ട് കാണിച്ചു തരാം. കാരണം ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഓരോന്നും എടുത്തത്. എനിക്ക് അങ്ങനെ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളിത് കാണണം, പിന്നെ എന്നാ അഭിപ്രായവും പറയണം. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇവിടുത്തെ പൂക്കളുടെ നിറമാണ് കേട്ടോ ഒരുപാട് രസം. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പൂക്കൾ തന്നെയാണ്, നമ്മുടെ നാട്ടിലുള്ളത് തന്നെ നമ്മുടെ നാട്ടുകാർ തന്നെ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കുന്നതാണ്. പക്ഷേ ഇവിടുത്തെ വളക്കൂറിൻ്റെ ആണോ എന്തിൻ്റെ ആണോ ഈ മണലാരണ്യത്തിൽ അത് എത്ര മനോഹരമായിട്ടാണ് വളം നിൽക്കണേന്നറിയുമോ.